ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുണ്ടാക്കാൻ പറ്റുന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കപ്പ നല്ലപോലെ കഴുകിയിട്ട് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കപ്പ മുങ്ങി നിൽക്കുന്ന പാകത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. 3 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് തുറക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. കണ്ടോ, കപ്പ ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ നല്ല പോലെ ഉടഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിലാണ് വെന്തിട്ടുള്ളത്. അപ്പോൾ കപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതായത് 2 പാക്കറ്റ് പാല്. അപ്പോൾ പാൽ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പാൽ ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 കപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ പഞ്ചസാര ചേർത്താലും മതി. ഇനി ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ ഇടുന്നതിന് മുമ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ പായസം ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് കപ്പയുടെ കഷ്ണം കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ കപ്പയും പാലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കപ്പ ഉടക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ പാലും കപ്പയും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇതെല്ലാം കൂടി ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ കപ്പ ഉടച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്നെസ്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം, അപ്പോൾ നമ്മുടെ പായസം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലൊന്ന് വറുത്തെടുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ കപ്പയുടെ പീസൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തോന്നിയത് കപ്പ നല്ല പോലെ ഉടച്ചിട്ട് ചേർക്കണം എന്നും, അതുപോലെ നമ്മളിതിലേക്ക് ചവ്വരിയോ സേമിയോ ഒക്കെ വേവിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്താണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു പായസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്